ശരിക്കും പറഞ്ഞാലേ നമ്മുടെ നാട്ടില് കുറച്ചുകൂടെ ആൾക്കാർ യുക്തിബോധം വളർന്നു തുടങ്ങി എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന വിശ്വാസ പ്രമാണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നൊരു അവസ്ഥ വരുമോ? ഇല്ല. ഇപ്പൊ എന്നെ സ്വതവേ ഞാൻ തന്ത്രയാണ്. തന്ത്ര എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബോധ്യം വന്ന് വിശ്വസിക്കുക എന്നുള്ളതാ. ആരെങ്കിലും പറഞ്ഞത് വിശ്വസിക്കണം എന്നില്ല. ദൈവം ഉണ്ടോന്ന് പോലും ഞാൻ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കരുതെന്നാ. നീ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത്. അവിടെയാണ് യുക്തി ചിന്ത വരണം. അബദ്ധ വിശ്വാസങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത്. നന്മ കരുതിയിട്ടുള്ള വിശ്വാസങ്ങളെ കൊണ്ട് ഒരിക്കലും ആർക്കൊരു ദോഷമില്ല. ഇപ്പൊ മോഡേൺ സയൻസ് ആയാലും ശരി, ഇപ്പൊ ഇപ്പൊ ജ്യോതിഷ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ശാസിക്കപ്പെട്ട ശാസ്ത്രമാണ്. അല്ലാണ്ട് മോഡേൺ സയൻസിന്റെ ശാസ്ത്രമായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കൊന്നും മുഹൂർത്തം നോക്കാറില്ല. നോക്കുന്നവർക്ക് അല്ല, പക്ഷെ ഞാൻ എപ്പോഴും അങ്ങോട്ട് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുണ്ട്. പിന്നെ അതിനെ വിവാഹം എന്നൊരു കാഴ്ചപ്പാട് വന്ന സമയത്ത് ജാതകം നോക്കിയിട്ടില്ല. പിന്നെ ചൊവ്വാദോഷം എന്തോ സംഭവം വരുമ്പോൾ ഞാൻ ശരി ചൊവ്വാദോഷക്കാരിയെ കെട്ടിക്കളയാം, അങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാല് അത്രയും കാര്യങ്ങൾ. ദോഷമൊക്കെ സ്വതവേ എല്ലാ കുടുംബത്തിലുള്ള പോലെ ചെറിയ സംസാരങ്ങളൊക്കെ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ. അയാൾക്കാണ് ചൊവ്വാദോഷം, എനിക്കല്ല ചൊവ്വാദോഷം. വിശ്വസിക്കുന്നവർക്കാകാം. അതിനപ്പുറം എന്താ വെച്ചാൽ കുറച്ചുകൂടി മനുഷ്യന്മാർ ഇപ്പൊ ഈ ജാതകത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി മനുഷ്യന്മാര് പരസ്പരം മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് എന്റെ കാഴ്ചപ്പാടുള്ളത്. ഷുഗർ വരുന്നത് ബ്രാഹ്മണന്റെ സ്വർണം കട്ടത് കൊണ്ടാണെന്നുള്ള പ്രമാണങ്ങളൊക്കെ ഉള്ളത്. ഇതിനൊക്കെ ഞാൻ തന്നെ കണിശമായി വിമർശിച്ചിട്ടുണ്ട്. അതിന് പരിഹാരമാണ് ബ്രാഹ്മണനെ കാലി കഴിച്ചിട്ടും ഗോദാനം. അപ്പൊ ഇതൊക്കെ കർമ്മം കൊണ്ടായാലും ശരി, ജന്മം കൊണ്ടായാലും ശരി, ഏത് ബ്രാഹ്മണനായാലും ശരി. പിന്നെ അതുപോലെ വ്യാധികൾ ഉണ്ടാകുന്നത് പൂർവ്വകൃതമായിട്ടുള്ള പാപങ്ങളുടെ ഫലം, ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളാണ് ഞാൻ. ഈ ഡ്രഗ്സോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നതിനേക്കാൾ ചെറിയ വിശ്വാസങ്ങളും ഭയഭക്തിയും ഒക്കെ ഉള്ളത് നല്ലതാണ്. അങ്ങനെ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളതായിട്ട് തോന്നി മുഖം കണ്ടപ്പോ. ജ്യോതിഷ ഫലപ്രവചനം കെട്ടുകഥയോ? അത് എനിക്ക് പറയാനുള്ളത്, തമിഴ്നാട്ടില് ജോസഫ് വിജയ് അധികാരത്തിൽ കയറി. അതിന്റെ പിന്നില് റിക്കി രാധൻ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യനായിരുന്നു. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറഞ്ഞതും തമിഴ് പാർട്ടി രൂപീകരിക്കാൻ പറഞ്ഞതും ഈ പറയുന്ന ജ്യോത്സ്യൻ. അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഒരാൾക്കൊരു പ്രേരക ശക്തിയായിട്ട് നിന്നാലേ അയാൾക്ക് അതിൽ ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ കരുതാൻ പറ്റുമോ നമുക്ക്? 100% ഇല്ല എന്ന് മാത്രമല്ല, ഫലഭാഗ ജ്യോതിഷം എന്നിന്നറിയപ്പെടുന്ന ജ്യോത്സ്യം 100% കെട്ടുകഥയും അബദ്ധ വിശ്വാസവും ശാസ്ത്രീയ വസ്തുതകൾക്ക് വിരുദ്ധവുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ അസ്ട്രോണമി അഥവാ വാനശാസ്ത്രം, ജ്യോതിശാസ്ത്രത്തിന്റെ കൂടെ അതിനോടൊപ്പം വളർന്നു വികസിച്ച ഒരു സ്യൂഡോ സയൻസ് മാത്രമാണ് ഇന്ന് ജ്യോത്സ്യം എന്നറിയപ്പെടുന്ന അസ്ട്രോളജി. കാരണം അതിന് സയൻസിന്റെ, ശാസ്ത്രത്തിന്റെ, രീതിശാസ്ത്രം അനുസരിച്ച് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും. അതിന്റെ അടിസ്ഥാന പ്രമാണം എന്താ? ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഭൂമിയിലെ മനുഷ്യരുടെ ഭാവി ഭാഗധേയത്തിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ ജീവിത രീതിയിലും അവരുടെ ബൗദ്ധിക ശേഷിയിലും സ്വാധീനമുണ്ട് എന്ന ബേസിക് ക്ലെയിമിലാണ് ഈ പറയുന്ന ജ്യോത്സ്യം പ്രവർത്തിക്കുന്നത്. അത് അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ഭൗതിക ശാസ്ത്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, നിരവധി ശാസ്ത്ര പരീക്ഷണങ്ങൾ ജ്യോത്സ്യം എന്നറിയപ്പെടുന്ന ഫലഭാഗ ജ്യോതിഷത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.